നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കൊല്ലം ജില്ല. കൊല്ലം രൂപീകൃതമായത് 1949 ജൂലൈ 1. കൊല്ലം മുമ്പ് അറിയപ്പെട്ടിരുന്നത് തേൻവഞ്ചി, ദേശീയോങ്ക നാട്, ജയസിംഹ നാട്. അറബിക്കടലിൻ്റെ രാജകുമാരൻ കൊല്ലം. കശുവണ്ടി ലോകത്തിൻ്റെ തലസ്ഥാനം കൊല്ലം. കൊല്ലം നഗരത്തിൻ്റെ ആർക്കിടെക്ട് സബിർ ഈസോ. കൊല്ലത്തെ തീരപ്രദേശങ്ങൾ ഏതെല്ലാം നിക്ഷേപങ്ങൾക്ക് പേര് കേട്ടതാണ്? ഇൽമനൈറ്റ്, മോണസൈറ്റ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കുറഞ്ഞ തീരപ്രദേശം ഉള്ളത് കൊല്ലത്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത് കൊല്ലത്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലത്ത്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ SNDP ആസ്ഥാനം കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് കൊല്ലത്ത്. കേരള സർക്കാരിൻ്റെ വയോമിത്രം പദ്ധതി ആദ്യം ആരംഭിച്ചത് കൊല്ലത്ത്. കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കേരള പ്രമോ പൈപ്പ് ഫാക്ടറി ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറ. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറ. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറ. കേരളത്തിലെ ആദ്യത്തെ കളിമൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കുണ്ടറ. കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറ. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ, 11 ജനുവരി 1809. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നീണ്ടകര. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് സ്ഥാപിക്കപ്പെട്ടത് നീണ്ടകര 1953. കേരളത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലം പുനലൂർ. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം പുനലൂർ പാലം. കേരള ആഗ്രോ ഫ്രൂട്ട് പ്രോഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് പുനലൂർ. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് പുനലൂർ. പുനലൂർ പാലം രൂപകൽപ്പന ചെയ്തത് ആൽബർട്ട് ഹെൻറി. പുനലൂർ പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ആയില്യം തിരുനാൾ രാമവർമ്മ. ഏത് നദിക്ക് കുറുകെയാണ് പുനലൂർ പാലം നിർമ്മിച്ചത്? കല്ലടയാറിന് കുറുകെ. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂർ. കേരള സ്റ്റേറ്റ് കശുവണ്ടി തൊഴിലാളികളുടെ അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കടപ്പാക്കട. കശുവണ്ടി കയറ്റുമതി പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുണ്ടക്കൽ. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മന. ഇന്ത്യയിലെ ആദ്യത്തെ ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ചവറ. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര. കൊല്ലത്തെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങൾ നീണ്ടകര, ശക്തികുളങ്ങര. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് സ്ഥാപനം തങ്ങൾ കുഞ്ഞു മുസലിയാർ എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിൽ അത്യധികം പ്രസരിക്കുന്ന സ്ഥലം കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയുടെ പഴയ പേര് ഓണാട്ടുകര. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം പെരുവിരുത്തി മലനട ക്ഷേത്രം അല്ലെങ്കിൽ മലനട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പോരുവഴി ഗ്രാമം. മലനട ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം മലക്കുട ഉത്സവം. മാതാ അമൃതാനന്ദമയി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് വള്ളിക്കാവ്. മാതാ അമൃതാനന്ദമയി ആശ്രമത്തിൻ്റെ മറ്റൊരു പേര് അമൃതപുരി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ മുളമരം കണ്ടെത്തിയത് പട്ടാഴി.
തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം മുതൽ തിരുനെൽവേലി വരെ. ആരുടെ സ്മരണാർത്ഥമാണ് മൺട്രോ തുരുത്തിന് ആ പേര് നൽകിയത്? കേണൽ മൺട്രോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായൽ. കേരളത്തിലെ ആദ്യ ദേശീയ പാതയായ നാഷണൽ വാട്ടർവേ 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോഴിക്കോട്. സേതുലക്ഷ്മി ഭായി പാലം എന്നറിയപ്പെടുന്നത് നീണ്ടകര പാലം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ച സ്ഥലം മൺട്രോ തുരുത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ഉദ്ഘാടനം ചെയ്ത് 1994 ജനുവരി 5. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി കല്ലട. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ. മലബാറിൽ കൊല്ലം അറിയപ്പെടുന്നത് പന്തലായനി. തിരുവിതാംകൂറിൽ കൊല്ലം അറിയപ്പെടുന്നത് കുരക്കേനി. കൊല്ലം പട്ടണത്തെ പ്രതിപാദിക്കുന്ന പ്രാചീന കൃതികൾ ശുകസന്ദേശം, ഉണ്ണുനീലി സന്ദേശം. വേണാട് രാജവംശത്തിൻ്റെ തലസ്ഥാനം കൊല്ലം. കേരളത്തിലെ ഏറ്റവും നല്ല നഗരം എന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരി ഇബനു ബത്തൂത്ത. പ്രമുഖ തുറമുഖങ്ങളിൽ ഒന്നായി കൊല്ലത്തെ പരാമർശിച്ച വിദേശ സഞ്ചാരി ഇബനു ബത്തൂത്ത. കൊല്ലവുമായി ആദ്യമായിട്ട് വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ 1502. പ്രാചീന കാലത്ത് ചൈനയുമായി വിപുലമായ വ്യാപാര ബന്ധമുണ്ടായിരുന്ന സ്ഥലം കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം കൊല്ലം, ഒന്നാമത്തേത് കൊച്ചി. തിരുമുല്ലവാരം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം അനുഭവപ്പെടുന്ന പ്രദേശം കരുനാഗപ്പള്ളി. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം. 2019 ജനുവരി 15 കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് ആര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം. ജലനഗരം എന്ന് അർത്ഥം വരുന്ന കൊല്ലത്തെ നഗരം പുനലൂർ. ആശ്രാമം പിക്നിക് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. പാലരുവി എക്സ്പ്രസ് നിലവിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പാലക്കാട്, തിരുനെൽവേലി. കൊല്ലം നഗരത്തിലെ ഹാൾമാർക്ക് എന്നറിയപ്പെടുന്നത് തേവള്ളി കൊട്ടാരം. 100% ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമം മേലില. കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കൈപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായത് കൊല്ലത്താണ്. ഏത് വർഷം? 1851. ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ESI മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളി. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ചിതറ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ജഡായു നേച്ചർ പാർക്ക്. രൂപകൽപ്പന ചെയ്തത് രാജീവ് അഞ്ചൽ. പീരങ്കി മൈതാനം ഏത് ജില്ലയിലാണ്? കൊല്ലം. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലം. നീണ്ടകര പാലത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? സേതുലക്ഷ്മി ഭായ്. നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് സ്ഥാപിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ്? നോർവേ. ജഡായു നേച്ചർ പാർക്കിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സുരേഷ് ഗോപി. ജഡായു നേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലം. തളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കര. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം ആര്യങ്കാവ് ചുരം. കൊല്ലത്തെ കടൽ തീരത്ത് നിന്നും കണ്ടെടുത്ത ധാതുക്കൾ ഇൽമനൈറ്റ്, മോണോസൈറ്റ്. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊല്ലം. ചവറയിലെ ഇന്ത്യൻ റെയർ എർത്തുമായി സഹകരിച്ച രാജ്യം ഫ്രാൻസ്. കേരളത്തിലെ ചുറ്റമ്പലം ഇല്ലാത്ത പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓച്ചിറ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലം പുനലൂർ. കൊല്ലം ജില്ലയിലെ പ്രശസ്ത വെള്ളച്ചാട്ടം പാലരുവി.
കൊല്ലം ജില്ലയിൽ കെട്ടുവള്ളങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ആലുംകടവ്. കൊല്ലം നഗരം പണി കഴിപ്പിച്ച സിറിയൻ സഞ്ചാരി സാബിർ ഈസു. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമായ പെരുമൺ ദുരന്തം നടന്ന കായൽ പെരുമൺ കായൽ 1988 ജൂലൈ 9. കേരളത്തിൽ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി പുന്നമട. കേരളത്തിലൂടെയുള്ള ആദ്യ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോട്ടപ്പുറം. കേരളത്തിലെ ആദ്യത്തെ തുണിമില്ലും പുസ്തക പ്രസാധനശാലയും സ്ഥാപിച്ചത് കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് പുനലൂർ. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചെന്തുരുണി. കൺസ്യൂമർ ഫെഡിൻ്റെ സഞ്ചരിക്കുന്ന ത്രിവേണി ആരംഭിച്ച ജില്ല കൊല്ലം. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ട സ്ഥലം കൊട്ടാരക്കര. അഷ്ടമുടി കായലിൽ നടത്തപ്പെടാറുള്ള വള്ളംകളി പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. അഷ്ടമുടി കായൽ കടലുമായി ചേരുന്ന പ്രദേശം നീണ്ടകര. ഇന്ത്യയിലെ ആദ്യ പോലീസ് മ്യൂസിയം സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം കൊല്ലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോഹമണൽ നിക്ഷേപം ഉള്ളത് കൊല്ലം. നീണ്ടകരയിലെ തരിശു നിലങ്ങൾ ഭംഗിയുള്ള തെങ്ങിൻ തോട്ടമാക്കി മാറ്റിയപ്പോൾ നൽകിയ പേര് ദളവാപുരം. ചീന കളിമണ്ണിന് പേരുകേട്ട കുണ്ടറ സെറാമിക്സ് എവിടെയാണ്? കൊല്ലത്ത്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുള കണ്ടെത്തിയത് പട്ടാഴി. കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. പാർവതി മിൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.